ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്നത് നോട്ട് കോയിൻ 2.0 അല്ലെങ്കിൽ നോട്ട് കോയിൻ ഫേസ് 2 തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ എങ്ങനെ നോട്ട് കോയിൻ ഏൺ ചെയ്യാം, എങ്ങനെ വിഡ്രോ അടിക്കാം, എങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യാം, എങ്ങനെ ലെവലപ്പ് ചെയ്യാം, എങ്ങനെ കൂടുതൽ നോട്ട് കോയിൻ ഒരുമിച്ച് ഏൺ ചെയ്യാം, എല്ലാ കാര്യങ്ങളുമാണ്. ആദ്യം തന്നെ എന്താണ് നോട്ട് കോയിൻ ഫേസ് 2 എന്ന് പറയാം. ഫേസ് 2 എന്ന് പറഞ്ഞ സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യത്തെ സ്റ്റേജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആദ്യം വന്ന ടാപ്പിംഗ് ബോട്ട് എന്ന് പറഞ്ഞ നോട്ട് കോയിൻ ആയിരുന്നു. ടാപ്പ് ചെയ്ത് കോയിൻസ് ഏൺ ചെയ്തവർക്ക് ലക്ഷങ്ങൾ തന്നെ വിഡ്രോവലായിട്ട് നമ്മളുടെ നോട്ട് കോയിൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഫണ്ടിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ $1 ബില്യൺ ആണ്. $1 ബില്യൺ. അപ്പോൾ അത്രയും വലിയ ഒരു ഫണ്ടിങ് കൊടുത്ത അല്ലെങ്കിൽ വിഡ്രോവൽ കൊടുത്ത ഒരു ബോട്ടാണ് നോട്ട് കോയിൻ. അതിൻ്റെ ഫേസ് 2 ആണ് ഇപ്പോൾ നടക്കുന്നത് മൈനിങ് അല്ല, ഒരു പൂൾസ് ആണ്. നമ്മൾ ഓരോ പൂളിലും ജോയിൻ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നോട്ട് കോയിൻ ഫ്രീ ആയിട്ട് കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റോ ടാപ്സാപ്പോ ഏതെങ്കിലും മൈൻ ചെയ്യുന്ന സമയം കൂടി നിങ്ങൾ നോട്ട് കോയിൻ മൈൻ ചെയ്യുക. കാരണം ഹാംസ്റ്റർ കോമ്പാറ്റും മീംഫൈയും ടാപ്സാപ്പും ഇപ്പോൾ ഉള്ള എല്ലാ പ്രൊജക്ട്സും ഈ ഒരു നോട്ട് കോയിൻ്റെ സക്സസിനെ പിന്തുടർന്ന് വന്നവരാണ്. നോട്ട് കോയിൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, മൈനിങ് തുടങ്ങി, മൈനിങ് കഴിഞ്ഞു, വിഡ്രോയിൽ തന്നു, ലിസ്റ്റായി കഴിഞ്ഞതിന് ശേഷം ഒരു ഡബിൾ പ്രൈസിലേക്ക് ജമ്പ് ചെയ്യാൻ ചെയ്തു. ഇപ്പോൾ നല്ലൊരു പ്രോഫിറ്റിലാണ് എല്ലാവരും റൺ ആയിക്കൊണ്ടിരിക്കുന്നത് നോട്ട് കോയിൻ മൈൻ ചെയ്തവർ. അപ്പോൾ ഇനിയും നോട്ട് കോയിൻ നിങ്ങൾക്ക് മൈൻ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ട് മിസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും വലിയ ഒരു തെറ്റ് പറ്റാനില്ല. ആദ്യം തന്നെ വാലറ്റ് കണക്ഷൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത്. കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ ആദ്യം തന്നെ കാണാം, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോൺ കീപ്പർ വേണോ, ടെലഗ്രാം വാലറ്റ് വേണോ, ഏത് വാലറ്റ് വേണോ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ടോൺ കീപ്പർ ചൂസ് ചെയ്തു. അതിനുശേഷം കൺഫേം അടിച്ച് നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്തു. അത്രയും സിമ്പിളാണ്, വലിയ സ്റ്റെപ്പുകളോ കാര്യങ്ങളൊന്നുമില്ല. കണക്ട് വാലറ്റ് കൊടുത്തു, അപ്പോൾ തന്നെ നമ്മളുടെ വാലറ്റ് ഇവിടെ കണക്ട് ആവുന്നതാണ്. നമ്മളുടെ വാലറ്റ് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാൻ പോകുന്ന റാങ്കിങ് ആണ്. എങ്ങനെയാണ് റാങ്ക് കൂട്ടുക? 3 റാങ്കുകളാണ് നിലവിൽ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്: പ്ലാറ്റിനം, ഗോൾഡ്, ബ്രോൺസ്. ഏറ്റവും കൂടിയ റാങ്ക് എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനാണ്, പിന്നെ താഴെയുള്ള ഗോൾഡ്, അതിനും താഴെ ബ്രോൺസ്. ഓക്കെ, അപ്പോൾ ബ്രോൺസിൻ്റെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏണിംഗ് സ്പീഡ് 1x ആണ്. ഗോൾഡിലേക്ക് വരുമ്പോൾ 1000x ആയിട്ട് നിങ്ങളുടെ ഏണിംഗ് സ്പീഡ് കൂടും. പ്ലാറ്റിനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഏണിംഗ് സ്പീഡ് 5000x ആയിട്ട് കൂടും. ഈ ഒരു റാങ്കിങ് സിസ്റ്റം നിലവിൽ 18-ാം തീയതി വരെയാണ് നിലവിലുണ്ടാവുക. ഇത് കഴിഞ്ഞാൽ റാങ്കിങ് സിസ്റ്റം ചേഞ്ച് ആവും. ചിലപ്പോൾ നിങ്ങളുടെ റാങ്ക് പ്ലാറ്റിനം ആണെങ്കിൽ നിങ്ങൾ വീണ്ടും ബ്രോൺസിലേക്ക് വരാം, അല്ലെങ്കിൽ പുതിയ ലെവൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനത്തെ കുറേ അപ്ഡേറ്റ്സ് 18-ാം തീയതി വരും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ പ്ലാറ്റിനം ഉള്ളവർ 18-ാം തീയതി വരെയാണ് പ്ലാറ്റിനത്തിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ താഴേക്ക് വരാനും അല്ലെങ്കിൽ പുതിയ ലെവൽസ് വരുമ്പോൾ മേലേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ നിലവിൽ എൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ പ്ലാറ്റിനാണ്. ഞാൻ എങ്ങനെ പ്ലാറ്റിനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫേസ് 1 ടാപ്പ് ചെയ്ത് നമ്മുടെ നോട്ട് കോയിൻ മൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മൈൻ ചെയ്ത ആളാണ്. അതുകൊണ്ടാണ് ഒരു റീസൺ എനിക്ക് പ്ലാറ്റിനം വരാനുള്ളത്. രണ്ടാമത്തെ റീസൺ, നോട്ട് കോയിൻ്റെ ഫേസ് 2 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ജോയിൻ ചെയ്തിരുന്നു. കാരണം ഫേസ് 1ൻ്റെ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു. ഫേസ് 2 സെയിം അക്കൗണ്ട് ക്യാരി ഓവർ ആവാണ് ചെയ്തത്. അപ്പോൾ ഫേസ് 2 തുടങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ് 2 വരുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ജോയിൻ ചെയ്ത നിലവിലുള്ള എല്ലാവർക്കും തന്നെ പ്ലാറ്റിനം ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഫേസ് 2 സ്റ്റാർട്ട് ചെയ്ത് പുതിയ പൂൾസൊക്കെ വന്നിട്ട് ജോയിൻ ചെയ്തവർക്കാണ് ബ്രോൺസിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഏർലി അഡോപ്റ്റേഴ്സിനാണ് പ്ലാറ്റിനം ലെവൽ നിലവിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്തവർക്ക് പ്ലാറ്റിനം അല്ല, ബ്രോൺസ് ആണ് കിട്ടാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ലെവലപ്പ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് പ്ലാറ്റിനത്തിലേക്ക് വരാം, ബ്രോൺസിലുള്ളവർക്കും ഗോൾഡിലുള്ളവർക്കും എങ്ങനെ പ്ലാറ്റിനത്തിലേക്ക് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട് ലെവലപ്പ് ചെയ്യാനുള്ള. ലെവലപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേയ്മെൻറ്റ് ഓപ്ഷനാണുള്ളത്. ടെലഗ്രാം പ്രീമിയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്റ്റാർസും അതുപോലെ തന്നെ നോട്ട് കോയിനും. ബ്രോൺസിൽ നിന്ന് ഗോൾഡിലേക്കോ പ്ലാറ്റിനത്തിലേക്കോ അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ ഒരു നോട്ട് കോയിൻ പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. എത്ര നോട്ട് കോയിനാണ് ഓരോ ലെവലിലും പേ ചെയ്യേണ്ടതെന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അത് നോക്കുക. അതിനുശേഷം പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവലപ്പ് ചെയ്യാം. ലെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏണിങ്ങിൻ്റെ സ്പീഡ് കൂടും. ഓക്കെ, അതിൻ്റെ റീസൺ കൃത്യമായിട്ട് തന്നെ പറഞ്ഞാൽ നിങ്ങൾ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പൂൾസ്, ഇവിടെ നിങ്ങൾക്ക് മൈനിങ്ങോ ടാപ്പിങ്ങോ ഒന്നുമല്ല നടക്കുക, പൂളുകളാണ്. പൂളുകൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ടാസ്കുകളാണ്. ഓരോ ടാസ്കുകളും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഓഫ് നോട്ട് പെർ അവർ, ഓരോ മണിക്കൂറിൽ നിങ്ങൾക്ക് നോട്ട് കോയിൻ കയറിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലോർ ആൻഡ് ഏൺ എന്ന് പറയുന്ന സെക്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഓരോ പൂൾസും കാര്യങ്ങളും വരും. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ പൂൾസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ടാസ്കുകൾ ഉണ്ടാവും. അവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഏത് പൂളാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്, ആ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ആ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അവരുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, അവരുടെ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ബോട്ട്, ഇവിടെ വരുന്ന എല്ലാ ബോട്ടുകളും ലിസ്റ്റ് ആവുമെന്നോ അല്ലെങ്കിൽ ജെനുവിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്നലെ വന്നത് മസ്റ്റ് കമ്പയർ ഒക്കെയാണ്, അതൊക്കെ ലിസ്റ്റ് ആവും എന്നുള്ള കാര്യം ഒരു ഉറപ്പില്ല. ജസ്റ്റ് അവരുടെ ടാസ്ക് പ്രൊമോട്ട് ചെയ്യുന്നു, നമ്മളത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നോട്ട് കോയിൻ ഏൺ ചെയ്യാൻ നോക്കുക. അല്ലാതെ പിന്നെ പോയി ഇതിൽ വന്ന ബോട്ടെല്ലാം ജെനുവിൻ ആണെന്ന് വിചാരിച്ച് ആ ബോട്ടിലെല്ലാം മൈൻ ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട നോട്ട് കോയിനിൽ തന്നെയാണ്. ഓക്കെ, നോട്ട് കോയിൻ ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വന്ന ടാസ്കുകൾ നിങ്ങൾ മൈൻ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. അത് ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം അധികം വരുന്ന പ്രൊജക്ട്സും ജെനുവിൻ ആയിരിക്കില്ല. ജസ്റ്റ് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക, ആ നോട്ട് കോയിൻ എടുക്കുക, പിന്നീട് ആ ടാസ്കിലേക്ക് അധികം നേരം ഇരിക്കാതിരിക്കുക. ഓരോ പൂളിലെയും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് സ്റ്റാർട്ടഡ് ഏണിംഗ് നോട്ട് കോയിൻ എന്ന് പറയുന്ന ഒരു പോപ്പപ്പ് വരും. അത് വന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമായിരിക്കും ആക്റ്റീവ് പൂളിലേക്ക് നിങ്ങളുടെ മാറുക. ഞാനിപ്പോൾ ആക്റ്റീവ് പൂൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആക്റ്റീവ് പൂൾ ഒന്നുണ്ട്, നോട്ട് ഗൈഡ് സ്റ്റേക്കിംഗ്. ഇത് ഇന്നലെ വന്നതാണ്. ഇത് നിലവിൽ ആക്റ്റീവാണ്. എനിക്ക് 5 നോട്ട് കോയിൻ പെർ അവർ, ഓരോ മണിക്കൂറിലും എനിക്ക് 5 നോട്ട് കോയിൻ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫിനിഷ്ഡിൽ നോക്കുകയാണെങ്കിൽ റൂമിയാണ് ഫസ്റ്റ് വന്ന കാർഡ്, രണ്ടാമത് വന്ന ഫിൻടോപ്പിയോ ആണ്, മൂന്നാമത് വന്നത് ഇന്നലെ രാത്രി വന്ന കോയിനാണ് നോട്ട് എംപയർ. കോയിനല്ല, പ്രൊജക്റ്റാണ് നോട്ട് എംപയർ.
ഇത് മൂന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തു. നിലവിലുള്ള ഈ ഒരു പൂൾ അടക്കം നമ്മൾ ടെലഗ്രാം ചാനലിൽ കൃത്യസമയത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറിയവർക്ക് എല്ലാവർക്കും ഈ പൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബ്രൂമിയിൽ നിന്ന് എനിക്ക് 100, ഫിൻടോപ്പിയിൽ നിന്ന് 11, നോട്ട് എംപയറിൽ നിന്ന് 269, അങ്ങനെ അത്രയും കൂടുതൽ നോട്ട് കോയിൻ എനിക്കിപ്പോൾ ഒരു ദിവസം കൊണ്ട്, ഇന്നലെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇവിടെ ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, പൂൾ എൻഡായി ഫിനിഷ്ഡ് എന്ന് വന്ന സെക്ഷനിലേക്ക് വന്ന് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങളുടെ ബാലൻസിലേക്ക് ആഡ് ആവുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞപ്പോൾ തന്നെ ആഡ് ആവുകയില്ല. കാരണം വേൾഡിലുള്ള എല്ലാവരും തന്നെ നോട്ട് കോയിൻ മൈൻ ചെയ്യുന്നുണ്ടാവും. ക്രിപ്റ്റോ എയർഡ്രോ ഫാമിംഗിൽ ഒരു പ്രൊജക്റ്റിൽ മാത്രം മൈൻ ചെയ്യുന്നവർക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഹാംസ്റ്റർ മൈൻ ചെയ്യുന്നവരും ടാപ്സപ്പ് മൈൻ ചെയ്യുന്നവരൊക്കെ നമ്മുടെ നോട്ട് കോയിനിലേക്ക് വരും. അപ്പോൾ നല്ല രീതിക്ക് ലോഡ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഡിലേ ഉണ്ടാവും, ഒരു 10-15 മിനിറ്റ് ഡിലേ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏൺ ചെയ്ത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബാലൻസിലേക്ക് വരണമെന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, നിങ്ങൾ ഫിനിഷ്ഡിലേക്ക് വന്നിട്ട് 2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞു എന്നിട്ടും നിങ്ങളുടെ ബാലൻസിലേക്ക് ആഡ് ആയില്ല എന്നുള്ള കാര്യം. അതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ കയ്യിൽ മിനിമം 1 നോട്ട് കോയിൻ, ഒരു നോട്ട് കോയിനെങ്കിലും ആയാൽ മാത്രമേ നമുക്ക് ഇവിടെ ബാലൻസിലേക്ക് നിലവിൽ ആഡ് ആവുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഡെസിമൽ പോയിന്റ്സ് ഒക്കെയാണ് ഉള്ളത്, 0.01 നോട്ടൊക്കെയാണ് ഉള്ളതെങ്കിൽ ഇവിടെ ആഡ് ആവില്ല നിലവിൽ. ഇനി ഫ്യൂച്ചറിൽ ആഡ് ആവാനുള്ള സാധ്യത ഉണ്ട്. നിലവിൽ 1 നോട്ട് കോയിനെങ്കിലും മിനിമം ബാലൻസ് എത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ ആഡ് ആവുള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 462 ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റാങ്ക് അപ്പ് ആയാലാണ്, ഞാൻ പ്ലാറ്റിനത്തിൽ ഉള്ളതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് 462 ആയത്. നിങ്ങൾ ബ്രോൺസോ ഗോൾഡോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മെല്ലെ കോയിൻസ് കയറും. അത് വിചാരിച്ച് ചെയ്യാതിരിക്കരുത്. ഇനി റാങ്കിങ് സിസ്റ്റം മാറുമ്പോൾ നിങ്ങൾ പുറകിലായി പോകും, നിങ്ങളിപ്പോൾ ചെയ്യാതിരുന്നാൽ. എൻ്റെ 5 ഉണ്ട്, നിങ്ങൾക്ക് അത് 1 കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മണ്ടത്തരാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ കിട്ടാൻ പോകുന്ന ഒന്നുകൂടി നിങ്ങൾ മിസ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്ലാറ്റിനത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം ഇനി റാങ്കിങ് സിസ്റ്റം മാറിയാലേ അറിയുള്ളൂ. പിന്നീട് നോക്കുകയാണെങ്കിൽ റഫറലിൻ്റെ കാര്യമാണ്. എനിക്ക് റഫർ ചെയ്തിട്ടൊന്നും കിട്ടിയില്ല കുറേ ആൾക്കാർ പറയുന്നുണ്ട്. വെറുതെ റഫർ ചെയ്തു എന്നുകൊണ്ട് ഒരു കോയിൻ പോലും നമ്മുടെ നോട്ട് കോയിൻ കിട്ടാൻ പോകുന്നില്ല. ഇവിടെ ഒരു കാര്യമുണ്ട്, ക്രൈറ്റീരിയ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രണ്ട്, നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആൾ അപ്ഗ്രേഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലെവൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നു. ബ്രോൺസ് നിന്ന് പ്ലാറ്റിനത്തിലേക്കോ ഗോൾഡിലേക്കോ ഒക്കെ അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ നോട്ട് കോയിൻ കിട്ടുക. നിങ്ങളുടെ ഫ്രണ്ട്സ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു കമ്മീഷനാണ് നിങ്ങൾക്ക് കിട്ടുക. 15% ആണ് നിങ്ങളുടെ ഫ്രണ്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് ശേഷം ഏൺ ചെയ്യുന്ന നോട്ട് കോയിൻ്റെ 15% നിങ്ങളുടെ നോട്ട് കോയിൻ്റെ അക്കൗണ്ടിലേക്ക് വരും കമ്മീഷനായിട്ട്. അപ്പോൾ റഫറൽ കൊണ്ട് വലിയ കാര്യമില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. എല്ലാവർക്കും ഇതിൽ കാര്യമുള്ള പൂൾസിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. റഫറൽ ചെയ്തുകൊണ്ട് ആർക്കും ഇതിൽ വലിയ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. പലരും വിചാരിക്കുന്നത് ഐ വാണ്ട് മൈ പ്രൊജക്റ്റ് ഹിയർ ക്ലിക്ക് ചെയ്താൽ വലിയ എന്തോ റിവാർഡ് കിട്ടുന്നതാണ്. ഇതാണ് നിങ്ങൾ ചെയ്യുന്ന തെറ്റ്. കുറേ കമൻസ് ഞാൻ കണ്ടു. ഇതിലേക്ക് നിങ്ങൾ വരേണ്ട ഒരു കാര്യവും ഇല്ല. ഓക്കെ, ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രൊജക്റ്റ്, നിങ്ങളുടെ കയ്യിലൊരു ടെലഗ്രാം ബോട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് പ്രൊമോട്ട് ചെയ്യണം. ഈ ഒരു നോട്ട് കോയിൻ്റെ ബോട്ടിൽ കൂടെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുത്ത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കണം. അതിനാണ് ഈ ഒരു ബട്ടൺ. ഇവിടെ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോർമലി നോട്ട് കോയിൻ ഏൺ ചെയ്യാൻ വരുന്ന ആളാണെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമേ നിങ്ങൾക്കില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഇനി വിഡ്രോയിലാണ് നോക്കാൻ പോകുന്നത്. വിഡ്രോ അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ഒരു മെനു ബട്ടൺ കാണാം. മെനു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലെവലപ്പും അതുപോലെ തന്നെ വിഡ്രോ ടു വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. വിഡ്രോ ടു വാലറ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇനി 1000 നോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ 1 ലക്ഷം നോട്ട് ആയിക്കോട്ടെ, എത്ര നിങ്ങൾ വിഡ്രോ അടിക്കുകയാണെങ്കിലും ഗ്യാസ് ഫീ ഫിക്സഡ് ആണ്. 100 നോട്ട് ഗ്യാസ് ഫീ ആയിട്ട് നിങ്ങൾ കൊടുക്കണം. നോട്ട് കോയിൻ്റെ ഏത് ട്രാൻസാക്ഷൻ നിങ്ങൾ വാലറ്റിൽ നിന്ന് എക്സ്ചേഞ്ച് സെൻഡ് ചെയ്യാനോ എക്സ്ചേഞ്ചിൽ നിന്ന് വാലറ്റ് സെൻഡ് ചെയ്യാനോ എങ്ങനെ ചെയ്താലും 100 നോട്ട് ഓരോ ട്രാൻസാക്ഷൻ നിങ്ങൾ ട്രാൻസാക്ഷൻ ഫീ അല്ലെങ്കിൽ നോട്ടിൻ്റെ ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് വിചാരിച്ച് നിങ്ങൾ ചെയ്യാണ്ടിരിക്കേണ്ട. അയ്യോ ഗ്യാസ് ഫീ എൻ്റെ 100 ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ 100 ഉള്ളൂ, ഇത് വിഡ്രോ അടിച്ചാൽ കിട്ടുമോ എന്നുള്ള ചിന്ത തെറ്റാണ്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ 462 നോട്ടുണ്ട്. ഞാനിപ്പോൾ നിലവിൽ വിഡ്രോ അടിക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നത് 362 നോട്ടാണ്. കാരണം 100 നോട്ട് ഗ്യാസ് ഫീ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ചെയ്യുക എന്താ, ഇപ്പോൾ വിഡ്രോ അടിക്കില്ല. കാരണം നമ്മൾ ഓരോ ട്രാൻസാക്ഷനും 100 നോട്ട് വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ ഒരു പൂള് നമ്മളുടെ നോട്ട് കോയിൻ്റെ ഫേസ് 2 എൻഡ് ആകുമ്പോഴേ ഞാൻ വിഡ്രോ അടിക്കുള്ളൂ. നിങ്ങളും അങ്ങനെ വിഡ്രോ അടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഓരോ വിഡ്രോയ്ക്കും നമ്മൾ 100 നോട്ട് വെച്ച് ട്രാൻസാക്ഷൻ ഫീ അല്ലെങ്കിൽ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ഫേസ് 2 എൻഡ് ആവും എന്ന് കാണുമ്പോൾ മാത്രം നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും വരും. അതിനുശേഷം നമുക്ക് വിഡ്രോ ചെയ്യാൻ സമയം ഉണ്ടാവും. ഇവർ ഒറ്റയടിക്ക് നിർത്തി പോകുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ടെലഗ്രാമിലും യൂട്യൂബിലൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യും എപ്പോഴാണ് വിഡ്രോ അടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ മാത്രം വിഡ്രോ അടിക്കുക. അപ്പോൾ നമുക്ക് 100 നോട്ട് കൊടുക്കാനുള്ള ഒരു എമൗണ്ട് നമുക്ക് ആയിട്ടുണ്ടാവും. ഓക്കെ, വിഡ്രോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവിലുള്ള നോട്ട് ബാലൻസ് നല്ല ഗ്യാസ് ഫീ കട്ടാവുക. ഞാനിപ്പോൾ എൻ്റെ ടോൺ കീപ്പർ നേരത്തെ കണക്ട് ചെയ്തല്ലോ, ആ ടോൺ കീപ്പറിൽ 100 നോട്ട് ബാലൻസ് ഉണ്ടാവണം. എനിക്കിവിടെ നോട്ട് ഇനഫ് ഫോർ ഗ്യാസ് ഫീ എന്ന് പറയുന്നതിന് കാരണം ഞാൻ കണക്ട് ചെയ്ത ഈ ഒരു വാലറ്റിൽ 100 നോട്ട് ബാലൻസ് ഇല്ല. ഓക്കെ, എൻ്റെ നോട്ട് എല്ലാ എക്സ്ചേഞ്ചിലാണ്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത വാലറ്റിൽ 100 നോട്ട് ഗ്യാസ് ഫീ ആയിട്ട് കൊടുക്കാൻ ഉണ്ടായിരിക്കണം. അയ്യോ അതില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. അതും നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. കാരണം നമ്മൾക്ക് ഇതുപോലത്തെ ഒരുപാട് നോട്ട് കോയിൻ കിട്ടുന്ന പുതിയ ബോട്ടും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വാലറ്റിലേക്ക് ഗ്യാസ് ഫീ ഇല്ലാതെ അവർ തന്നെ ഗ്യാസ് ഫീ പേ ചെയ്ത് നമ്മളുടെ വാലറ്റിലേക്ക് വിഡ്രോയിൽ വരും. അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ഈ വിഡ്രോ അടിക്കാനുള്ള ഗ്യാസ് ഫീ കൊടുക്കാനുള്ള നോട്ട് കോയിനും കിട്ടും. വേറെയുള്ള കോയിൻസ് പോലെയല്ല, നോട്ട് കോയിനാണ്. ഈ ഒരു ചാൻസും കൂടി നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നോട്ട് കോയിൻ ഏൺ ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതും ഫ്രീ ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഇല്ലാതെയാണ്. നിങ്ങളുടെ ടൈം തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷേ ഹാംസ്റ്റർ കോമ്പാറ്റ് പോലെ നിങ്ങളുടെ ടൈം വെറുതെ എക്സസ് ആയിട്ട് നിങ്ങളുടെ ടൈം ഒരിക്കലും സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പൂളിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആക്റ്റീവ് പൂളിലേക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ വരും. വന്നു കഴിഞ്ഞാൽ ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് നോട്ട് കോയിൻ കിട്ടിക്കൊണ്ടേയിരിക്കും ഓട്ടോമാറ്റിക്കലി. നമ്മൾ ഓരോ മണിക്കൂറിലും കയറണ്ട. എത്ര നേരം ഈ ഒരു ക്യാമ്പയിൻ റൺ ആവുന്നുണ്ടോ, ഈ ഒരു പൂൾ റൺ ആവുന്നുണ്ടോ, അത്രയും നേരം നമുക്ക് ഓരോ അവറിലും ഇവർ പറയുന്ന കോയിൻ എത്രയാണോ എന്ന് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഫിനിഷ്ഡ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ പൂൾ ഫിനിഷായി എന്നാണ് അർത്ഥം. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു പെർ അവർ ഏണിങ്സ് ഉണ്ടാവില്ല. ഫിനിഷ് ആയി കഴിഞ്ഞ് ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ ബാലൻസിലേക്ക് അപ്ഡേറ്റ് ആവുക. അതിനും നിങ്ങൾക്ക് ക്ഷമ വേണം. ഓക്കെ, അപ്പോൾ
പുതിയ ടാസ്കുകൾ, പുതിയ പൂളുകൾ ഓരോന്ന് വരുമ്പോൾ നമ്മൾ ടെലഗ്രാമിൽ പറയും. ഏറ്റവും നല്ല 20 പ്രോജക്ട്സിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറുക, നിങ്ങളുടെ ടൈം ഈക്വലി സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമയമുള്ള പോലെ അതിലേക്ക് ഇടുക. ഇനി അഥവാ നിങ്ങൾക്ക് നോട്ട് കോയിനിലേക്ക് കയറാനേ പറ്റുന്നില്ല, ലോഡിംഗ് സ്ക്രീൻ തന്നെ ആണെങ്കിൽ ജസ്റ്റ് റീഫ്രഷ് അടിക്കുക, 2-3 പ്രാവശ്യം ടെലഗ്രാം ക്ലോസ് ചെയ്ത് കളഞ്ഞിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഒരു VPN ഇട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുക. ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. കാരണം അത്രയും കൂടുതൽ ലോഡ് ഉണ്ട്, അതിനനുസരിച്ച് സ്ലോ ആയിരിക്കും നമ്മുടെ ബോട്ട്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുക എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് കയറുന്നവർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.